പെണ്ണ് കുഴപ്പമില്ല, പക്ഷെ പല്ല് കുറച്ച് പൊന്തിയിട്ടുണ്ടാ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. വേറെ പെണ്ണെ നോക്കാം വാസന്തി. ഈ പെണ്ണേ വാ കുറച്ച് വലുതാണ്, അതുകൊണ്ടേ ഭയങ്കര വർത്താനക്കായിരിക്കും, കണ്ടറിയാം. എന്നാ ഇത് വേണ്ട. അയ്യോ, ഇത് നമ്മുടെ യൂട്യൂബർ വെച്ചാണ് നീതൂസ്. അയ്യോ, യൂട്യൂബർ ഇൻസ്റ്റഗ്രാമർ ഒന്നും വേണ്ട, സാധാരണ കൊച്ചുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ അവർക്കത് പറ്റൂല. അവരെക്കാളും ഫോളോവേഴ്സ് ഉള്ളവരെയാണ് നോക്കണത്. ആ കൊച്ചിനാണെങ്കിൽ അച്ഛൻ യൂട്യൂബർ, അമ്മ യൂട്യൂബർ, ചേട്ടനുള്ളത് വലിയ യൂട്യൂബർ. നമുക്ക് യൂട്യൂബ് ഫാമിലി ഒന്നും വേണ്ട, സാധാരണ പെൺപിള്ളേർ മതി. എന്നാലേ ഈ കൊച്ചിനൊന്ന് നോക്കി നോക്കി. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ പാഷംകാരിയാന്ന് തോന്നണ്ടല്ല. എത്തിരി അഹങ്കാരിയാന്ന് തോന്നണ് കണ്ടിട്ട്. ഒരു പാവം കൊച്ചി, സാധാരണ കുടുംബം, നന്നായിട്ട് പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിലും +2ലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ബ്ലഡ് ബാങ്കിൽ ജോലി ചെയ്യണം, നമ്മുടെ ചാലാക്ക മെഡിക്കൽ കോളേജിൽ. ഹോസ്പിറ്റലിലെ ജോലി എന്ന് പറയുമ്പേ എപ്പോഴും തിരക്കായിരിക്കും, വീട്ടിലിരിക്കാൻ നേരം കാണൂല. ഇത് വേണ്ടട്ടാ. എന്നാ പിന്നെ വേറെ ആൾക്കാരുണ്ട്. ഇതൊന്ന് നോക്കിയേ. ഈ കൊച്ചു തരക്കേടില്ല, നല്ല മുടിയൊക്കെ ഉണ്ടല്ല, കാണാനും തരക്കേടില്ല. കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം കൊച്ചാണെന്ന്. നല്ല മുഖഭംഗിയുള്ള കൊച്ചാണ്. 160 സെൻറ്റിമീറ്റർ പൊക്കം. അച്ഛനും ആങ്ങൾക്കും ഗവൺമെൻറ് ജോലി, പക്ഷെ അവർക്ക് ഗവൺമെൻറ് ജോലിക്കാരെ തന്നെ വേണമെന്നില്ല, പ്രൈവറ്റ് ജോലിയായാലും ഒക്കെയാണ്. പിന്നെ പെണ്ണിനും ജോലി ഉണ്ടല്ലോ. ജോലിയൊക്കെ ഉള്ളത് നല്ല കാര്യമല്ലേ. ഇക്കാലത്ത് 2 പേർക്കും ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ല, എവിടെയാണ് പെണ്ണിന് ജോലി? പെണ്ണ് ജിം ട്രെയിനറാണ്. എൻ്റെ മോനും എനിക്കൊന്നും ഇത്രയും കിട്ടിയൊന്നും എനിക്ക് മതിയായില്ലല്ലേ എൻ്റെ അമ്മോ. എന്നിട്ട് പുറത്തുനിന്ന് ഇനി മരുമോളുടെ ഇടിയും തൊഴിയും കൂടി ഞങ്ങൾ കൊള്ളാം. വേണ്ട, ജിം ട്രെയിനറൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നാ. എന്നാ വേറെ പെണ്ണ് നോക്കാം. ഈ വാസന്തിയുടെ കയ്യിലില്ലാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ടാ തരാം. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും കാണിക്കും വാസന്തി. കിട്ടിപ്പോയി. വെളുപ്പിന് വെളുപ്പ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, പഠിപ്പിന് പഠിപ്പ്. ഇത് മോന് ചേരും. എന്തു നല്ല പെണ്ണാണെന്നറിയോ, നോക്കിയേ. ശരിയാണ് കേട്ടാ, നീ പറഞ്ഞ പോലെ എന്നെ സുന്ദരി പെൺകൊച്ച്. പക്ഷെ മുടി കുറവാണല്ല. എൻ്റെ സങ്കല്പത്തിലുള്ള മരുമോക്ക് മുട്ടോളം മുടി വേണമെന്നുണ്ട്. എൻ്റെ പൊന്നേച്ചി, മുട്ടോളം മുടിയൊന്നും ഈ കാലത്ത് ഫാഷനില്ല. പിന്നെ മുടി ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാർ പറയും മുടി വെട്ടി ഫാഷനായിട്ട് കിടക്കാൻ. ഇപ്പോഴത്തെ ചെക്കന്മാർക്കും അതാണ് ഇഷ്ടേ. അങ്ങനെയൊന്നുമില്ല, എൻ്റെ മോനെ മുടിയുള്ള പെൺപിള്ളേരെ തന്നെയാണ് ഇഷ്ടം. എന്നാ വേണ്ടെങ്കിൽ വേണ്ട, നല്ലൊരു പെൺകൊച്ചായിരുന്നു. പക്ഷെ ചിലപ്പോൾ അവർക്കും കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്കും ഈ കേസ് പിടിക്കൂല. പിന്നെ ഞാൻ എല്ലാ പെൺപിള്ളേരുടെയും ഫോട്ടോ കാണിച്ച കൂട്ടത്തിൽ കാണിച്ചെന്നുള്ളൂ, വേറെ ഉണ്ട്. ശരിയാണ്, ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. മുട്ടോളം മുടിയൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു ശാലീന സുന്ദരിയായിട്ടുള്ളൊരു കൊച്ചിനെ ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നടക്കണ പിള്ളേർ മുടിയൊക്കെ അയച്ചിട്ട് നല്ല കെട്ടി ഒതുക്കി, അയച്ചിട്ട് അങ്ങനെയല്ല, കെട്ടി ഒതുക്കി കുളിപ്പിന്നൊക്കെ ഇട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കിടക്കണ പിള്ളേരുടെ ഫോട്ടോ ഉണ്ടാ? അങ്ങനെ പറ. അങ്ങനെ ഒരു കൊച്ചെൻ്റെ കയ്യിലുണ്ട്. എവിടെ 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 അവിടെ ആളെന്ത്? കിട്ടിപ്പോയി. ഇത് തന്നെ, ഇതൊന്ന് നോക്കിയേ. ഇത് കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള കൊച്ച്. നമുക്കിത് നോക്കാം വാസന്തി. ഈ കൊച്ച് എവിടെ ഉള്ളതാണ്? ഈ കൊച്ച് ഇവിടെ കൈതാരപ്പുറമുള്ളതാണ്. അയ്യോ, ഇത്ര അടുത്തൊന്നും ആലോചന വേണ്ട, എപ്പോഴെപ്പോഴും വീട്ടിൽ പോകേണ്ട വരും. അത് വേണ്ടട്ടാ, അടുത്തൊന്നും വേണ്ട. എന്നാ എന്നാ പിന്നെ ഈ കൊച്ചിനൊന്ന് നോക്കിയേ. ഈ കൊച്ചു കൊള്ളാം, 2 വയസ്സ് കുത്തിയിട്ട് സുന്ദരിയായിട്ടുണ്ട്. നമുക്ക് ഇതിനെ തന്നെ അങ്ങോട്ട് നോക്കാം.
അത്യാവശ്യത്തിന് മുടിയുണ്ട്, സൗന്ദര്യം ഒക്കെ ഉണ്ട്. പെണ്ണ് വല്ല ജോലിയുള്ളതാണാ? ഉണ്ടോന്നാ? നല്ല ഒന്നാം തരം ബ്യൂട്ടീഷ്യനാണ് പെണ്ണ്. ആഹാ, അപ്പൊ കല്യാണം കഴിഞ്ഞ് എൻ്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ബ്യൂട്ടി പാർലറെ ഓർഡർ ഉണ്ടായി. പെൺകൊച്ചുണ്ടല്ലോ വീട്ടില്, പിന്നെന്താണ്? ഇതിന്റെ വീട് എവിടെയാണപ്പാ? കൊച്ചിന്റെ വീട് വീട് കൊച്ചിന്റെ വീട് ആലുവ. ആലുവ അപ്പുറമാണ്. അയ്യോ, ആലുവ അപ്പുറോ? നടക്കൂല. എനിക്ക് എൻ്റെ മോനൊക്കെ വണ്ടി കയറി അപ്പ തുടങ്ങും ഛർദി. ആലുവ വരെയൊക്കെ എത്തുമ്പോഴേക്ക് ഛർദിച്ച് കുഴഞ്ഞ അവശതയാവും ഞാനും എൻ്റെ മോനും. എന്നാട്ടാ, ഈ തള്ളയെ കൊണ്ട് തോറ്റല്ല. ദൂരവും പറ്റൂല, അടുത്തും പറ്റൂല. ഒടുക്കത്തെ ഡിമാൻഡാണല്ലോ. സുലു, നീ അറിഞ്ഞ ദുബായ് ബേബി മോള് നാട്ടിലെത്തിയിട്ടുണ്ടടി? എൻ്റെ അമ്മേ. അതാര്? ബാസന്തി, നീ ഒരു കൊല്ലായിട്ട് മോളുടെ ഒപ്പം തമിഴ്നാട്ടിലായിരുന്നില്ലേ? അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞത്. എടി, എന്നിട്ട് നീ അവളെ നേരിട്ട് കണ്ട? ഞാൻ കണ്ടില്ലടി. എന്നെ ദീപ വിളിച്ച് പറഞ്ഞാണ് എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പം നേരം വെളുത്തിട്ട് ഇത്ര നേരം ആയില്ലേ? അപ്പം ഇപ്പം തന്നെ വരുമായിരിക്കും. നീ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നോ? അവര് വന്നേ എന്താണ് ചേച്ചി? അവര് ദുബായിൽ നിന്നൊക്കെ വന്നല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പം കൊണ്ടുവന്നിട്ട് പോവാല്ലേ? കൊണ്ടുവരും. ഇപ്പൊ അവിടെ മിസൈൽ വീഴ്ചയല്ലേ, അപ്പൊ ചിലപ്പോ മിസൈലായിരിക്കും ഇവക്ക് വേണ്ടി കൊണ്ടുവരണത്. എന്നാ അതിന്റെ ഒരു പീസ് എനിക്ക് തന്നെ ചേച്ചി. ഞാൻ ഇതുവരെ മിസൈൽ കഴിച്ചിട്ടില്ല. എന്റെ പൊന്നേച്ചി, അത് കഴിക്കണ സാധനമല്ല, ഇട്ട് പൊട്ടിക്കണ സാധനമാണ്. ഈർവടക്കത്തിന്റെ അരിവ് നടത്തത് അന്നൊരു പാക്കറ്റ് തന്നെ കേട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിലാണെങ്കിൽ എൻ്റെ കൊച്ചുമോന് എൻ്റെ അമ്മയെ ഉത്സവം പറഞ്ഞു പോട്ടെ മേടിച്ചു കൊടുത്തിട്ട് എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ച് വീട് വരെ പൊട്ടിക്കുന്നു. പാവം, ഭയങ്കര ഇഷ്ടമാണ് അവന്. എൻ്റെ പൊന്നോ, ഇത്രയും ബോധവും ബുദ്ധിയില്ലാത്തൊരു പെണ്ണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്നേച്ചി, അതെങ്ങാനും അവള് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് തീരും. ഓഹോ, അപ്പം അത്രയ്ക്ക് നല്ല സാധനമാണ് അത് ദുബായിന്ന് ഒരുമ കൊണ്ടുവരുന്നത്. അപ്പം നല്ല സ്നേഹമുള്ളവരാണല്ലോ. പിന്നെ സ്നേഹമില്ലാണ്ടിരിക്കോ? ചേച്ചിയുടെ മോൻ്റെ ആദ്യ ഭാര്യ ഒളിച്ചോടിപ്പോയത് ഈ പറഞ്ഞ ബേബി മോളുടെ ഭർത്താവിൻ്റെ ഒപ്പമാണ്. എൻ്റെ പൊന്നേച്ചി, അവൻ രണ്ടാം കെട്ടാന്ന് ചേച്ചി എന്നോട് പറഞ്ഞില്ല. കുറച്ചാൾ മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോ അവൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. കല്യാണമായിട്ടൊന്നും നടത്തിയില്ല. 5-8 മാസം ഇവിടെ താമസിച്ച് ആ പെണ്ണ് പോയി. എന്നിട്ട് ആ പെണ്ണ് ഇപ്പം എന്തിയെ? ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ പെണ്ണ് അങ്ങനെ തിരിച്ചു വരുമോ? അതൊന്നും ഇനി വരാൻ പോണില്ലെന്ന്. അതിൻ്റെ രണ്ടാം കെട്ടായിരുന്നു. ഇവൻ്റെ ആദ്യത്തെ കെട്ടായിരുന്നല്ല, അതിൻ്റെ രണ്ടാമത്തെ ആയിരുന്നു. അത് പിള്ളേരെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവൻ്റെ ഒപ്പം പോകുന്നത്. ഇവനേക്കാൾ നല്ലൊരാളെ കണ്ടപ്പോൾ അയാളുടെ ഒപ്പം പോയി. അപ്പടിയാ ചേച്ചി. ഞാനിപ്പോൾ കാണിച്ചു തന്നേക്കേ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ ആണ്. ചേച്ചി എന്നാ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രണ്ടാം കെട്ടിൻ്റെ കേസ് കൊണ്ടുവരുന്നില്ലേ? ഇനിയിപ്പാ നോക്കട്ടെ, കൊണ്ടുവരാ. അത് കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ പറയാൻ ചെറുതായിട്ടൊന്ന് മറന്നതാ. പറയാൻ മറന്നോന്നായിരിക്കില്ല. സൂര്യല്ല ആള്. കിട്ടണമെങ്കിൽ ഒന്നാം കെട്ടേന്ന് കിട്ടട്ടെ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പോടിയായിരുന്നു. രണ്ടാം കെട്ടാണെങ്കിലേ ഈ ഡിമാൻഡൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. നമ്മുടെ രമേച്ചിയുടെ മോൻ, ശാന്തേച്ചിയുടെ മോൻ എല്ലാവരും നിൽക്കുകയാണ് 26, 28, 30 വയസ്സൊക്കെ ആയിട്ട്. ഒന്നാം കല്യാണം തന്നെ നടക്കാൻ പറ്റണല്ലോ, അപ്പോഴാണ് രണ്ടാം കല്യാണമേ. എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ ഞാൻ ചേച്ചിനെ വിളിക്കാം. പോട്ടെ എന്നാലേ. ചേച്ചിയെ ഒരു 1000 വർക്ക്സ് എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടേക്കിട്ടാ. ഇത്രയും പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചല്ലേ. അയ്യോ, 5-6 പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണിച്ചതിന് 1000 ഗുണവേ. 1000 രൂപേ. നീ ഒരുപാട് ഉണ്ടാക്കണ്ടല്ലടി. അതെ. അങ്ങനെ ഒന്നുമില്ല. 4 പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടേ ചേച്ചി. ഒരെണ്ണത്തിന് പിന്നെ കെട്ടിച്ചിട്ടു, ബാക്കി 3 നിൽക്കണു. പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പൈസ ഇല്ലാണ്ട് ആരെങ്കിലും കൊണ്ടുപോയിക്കും. അത് ഓർത്തിരിക്കണം. എന്നാ പിന്നെ അതിലൊന്നിനെ സുലുവിൻ്റെ മോന് നോയിക്കൂടെ വാസന്തി? അയ്യേ, എൻ്റെ മക്കൾക്ക് രണ്ടാം കെട്ട് നോക്കാനാ? നടക്കൂ ചേച്ചി. എന്നാ ശരി, പോട്ടെ. 2-3 വീട്ടിലും കൂടി കയറാണ്ടേ. ഇവിടത്തെ മോനെ പറ്റിയ ആലോചന ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരിട്ടാ. രണ്ടാം കെട്ടാണെന്ന് അറിയുമ്പോഴേ മാർക്കറ്റിൽ ഇത്ര ഡിമാൻഡ് കുറവാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയണത് രമണി. വാസന്തി പറഞ്ഞാലും കാര്യമുണ്ട്.
ഒത്തിരി ചെക്കന്മാർ കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നുണ്ട്. 10-30 വയസ്സായതങ്ങൾ. എന്തിന് കേരളത്തിലോട്ട് പോകണം? നമ്മുടെ ഈ വാർഡിൽ തന്നെ ഉണ്ട് 10-30 എണ്ണം. എടി സുലു, നീ അതും പറഞ്ഞു കണ്ട് നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവാൻ നോക്ക്. നിന്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാ ആങ്ങളുടെ വീട്ടിലോട്ടാ എവിടേക്കെങ്കിലും ഒന്ന് പോ. എടി പോവുമ്പോ നാത്തൂനെ കൂടി കൊണ്ടുപോയിക്കോട്ടാ. അപ്പൊ എന്റെ മോനോ? അവനൊരാണല്ലേ, അവനോട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിന്നോളും. എന്നാലും വേഗം പോകാൻ നോക്കടി, അല്ലെങ്കിൽ ചിലപ്പോ അവൾ ഇങ്ങോട്ട് വരും. സുലു ചേച്ചി, ബേബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഇവിടെയല്ലേ ഉള്ളത്. ബേബി സത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു അവളും ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പോയി കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞുമാണ് ഞാൻ അറിയണത്. അതെ ബേബി, ഞാൻ വന്നിവിടെ പറയുമ്പോഴാണ് ഇവളെ എന്നെ ഇത് അറിയുന്നത്. അല്ല, എന്താണ് നിങ്ങൾ രണ്ടുപേരും പറയണത്? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അത് നിന്റെ ഭർത്താവ് ഒളിച്ചോടിപ്പോയില്ലേ, അക്കാര്യമാണ് പറഞ്ഞത്. എന്റെ ഭർത്താവോ ഒളിച്ചോടിപ്പോയിന്നോ? എങ്ങോട്ട്? അപ്പൊ നീയോ അതറിഞ്ഞില്ല? നീ അതറിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ചേച്ചി, എൻ്റെ വിസ തീർന്ന് ഞാനത് പുതുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒളിച്ചോടിപ്പോയെന്നല്ല, പുള്ളിയുടെ അമ്മായി മരിച്ച കൂർഗിലുള്ളത്. അപ്പം അങ്ങോട്ട് പോയേക്കാണ്. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, മരിക്കണ ദിവസം അവിടെ ഉണ്ടെങ്കിൽ 41 കഴിഞ്ഞിട്ടേ പോരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളി അവിടെ പെട്ട് കിടക്കാണ്. അപ്പം മോഹിനി ആരുടെ ഒപ്പം ഒളിച്ചോടിപ്പോയത്? എടി നീയല്ലേ പറഞ്ഞ നിന്റെ മരുമോള് ഇവളുടെ ഭർത്താവിൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയെന്ന്? അത് എന്നോടന്ന് നമ്മുടെ കണ്ടക്ടർ മുരളി പുള്ളിക്കാരനാണ് പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയെന്നും അപ്പുറം ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു, ഇടക്കിടക്ക് നോക്കണുണ്ടായിരുന്നു, ഒരു സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് രണ്ടുപേരും ഒളിച്ചോടിപ്പോയതാണെന്ന്. എൻ്റെ ചേച്ചി, അയാൾ എന്നെയും കൊണ്ട് എന്നെ പുറത്തു വിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കുരിശിനെയും കൂടി ചുമക്കാൻ അയാൾ തുനിയൂല. അയ്യോ, അപ്പം അവൾ ആരുടെ ഒപ്പം ആയിരിക്കും പോയത്? രമണി, ഇക്കാര്യം എൻ്റെ മോൻ അറിയണ്ടാട്ടാ. ഏകദേശം 2ാം കല്യാണത്തിന് അവൻ സമ്മതം ചെറുതായിട്ട് മൂളിയിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്നെ എൻ്റെ അമ്മച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. ഇന്നലെ വന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നെന്ന് ഓർത്തതാ. പക്ഷെ അന്നേരം ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കാണ്, അതുകൊണ്ടാണ് പിന്നെ വരാന്. എന്നാലും അവൾ ആരുടെ ഒപ്പം ആയിരിക്കും പോയത്? ആകെ കൺഫ്യൂഷൻ ആയല്ല. അതൊക്കെ ആലോചിക്കണം എന്തിനാണ്? ആരുടെയെങ്കിലും ഒപ്പം പോയി തൊലയട്ടെ. ഞങ്ങൾക്ക് എന്തായാലും ആ ബന്ധുവിന് ശരിയാവൂല, വേണ്ട. ആശ എവിടെയെങ്കിലും പോട്ടെ. പിന്നെ ചേച്ചി, ഞാൻ ദുബായിക്ക് പോകുന്നതിന് മുന്നേ ചേച്ചിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായല്ല. അന്ന് ദേഷ്യം കയറിയപ്പോൾ ഞാൻ ചേച്ചിനെ അടിക്കുകയും ചെയ്ത്. എന്നോട് ക്ഷമിക്കണേ ചേച്ചി. അന്ന് കുടുംബശ്രീയിലെ പൈസ എണ്ണിയപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാ. പക്ഷെ ഞാൻ ചേച്ചിയായിട്ട് 1-2 പറഞ്ഞ് സോറി ചേച്ചി. അയ്യോ, അതൊന്നും കുഴപ്പമില്ല ബേബി, ഞാനതൊക്കെ അന്നേ വിട്ട്. പിന്നെ ഞാനും പറഞ്ഞത് അല്പം കൂടിപ്പോയല്ലെന്ന്. ചേച്ചിക്ക് അറിയാമല്ലോ, എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പം അമ്മച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കയറിയപ്പോഴാണ് ഞാൻ തല്ലിപ്പോയത്. പക്ഷെ ഇവിടെ നിന്ന് ദുബായി ചെന്നിട്ടും എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്ന് ക്ഷമ ചോദിച്ചപ്പോഴാണ് സമാധാനമായത്. നമ്മൾ ഇത്ര അടുത്ത് കിടക്കുന്നവർ തമ്മിൽ എന്തിനാണ് ഈ പരിഭവവും പിണക്കമൊക്കെ? എന്നാലും ഇത്ര കാലം കഴിഞ്ഞിട്ടും ദുബായി പോയി വന്നിട്ടും നീ ഇവളോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചില്ല, അത് തന്നെ വലിയ കാര്യം. ആ അതെ അതെ, ഇതാ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നാണ് ദുബായിൽ നിന്ന് വന്നപ്പോൾ ചേച്ചിക്ക് വേണ്ടി. ഇന്നാ എനിക്കൊന്നുമില്ലേ ബേബി? അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ വൈകിട്ട് അങ്ങോട്ട് കൊണ്ടുത്തരാം. അത് മതി അത് മതി, ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവും. ബേബി വന്ന കാര്യത്തിന് നിൽക്കാതെ കയറി ഭാഗത്തോട്ട്. ഇല്ലേ ചേച്ചി, ഇന്ന് സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. പോട്ടെ? ആ എന്നാന്ന് ചെല്ലി. ശരി. എന്നാലും നമ്മൾ വെറുതെ പേടിച്ചല്ലേ. ആ അതെ അതെ, ഇപ്പൊ നാട് വിട്ടേനെ. എന്നാലും എൻ്റെ സംശയം അതല്ല, അവൾ ആരുടെ പോയി വിളിച്ചോടി പോയത്? ശരിയാണ്,
ഒരു ലെറ്ററെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ അറിയായിരുന്നു ആരുടെ ഒപ്പമാണ് പോയെന്ന്. എന്നാലും അവൾ ആരുടെ ഒപ്പം ആയിരിക്കും പോയിരിക്കണത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവളെ കൊണ്ടുപോയേക്കണ ആള് ആയിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ഹതഭാഗ്യം. സത്യം. എന്നാലും അതാരായിരിക്കും?